തൃശൂർ പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘങ്ങൾ ഏറ്റുമുട്ടി. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. മരത്തംകോട് സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ കൊല്ലപ്പെട്ടതും ലഹരി മാഫിയ സംഘത്തിലെ അംഗമാണോ? എന്താണ് അവിടെ സംഭവിച്ചത് സൂരജ്? വിജയകുമാർ, തീർച്ചയായും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടയാൾക്കും അതോടൊപ്പം തന്നെ പ്രതികളായിട്ടുള്ള ആളുകളുടെയും പേരിൽ നിരവധി കേസുകളായിരുന്നു ഈ വിവിധ സ്റ്റേഷനുകളിൽ അടക്കം ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ഇരു വിഭാഗമായി ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് കോളനിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഈ അക്ഷയ് കൂത്താൻ എന്നാണ് മുഴുവൻ പേര്. അക്ഷയും അതുപോലെ തന്നെ ലിഷോയ് ബാദുഷ എന്നിവരാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ഇതിൽ ലിഷോയും ബാദുഷയും ചേർന്ന് അക്ഷയെ ആക്രമിക്കുകയായിരുന്നു. അതിനിടയിൽ അക്ഷയ് തിരിച്ചും പ്രതിരോധം നടത്തിയിട്ടുണ്ട്, പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ബാദുഷയ്ക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. പക്ഷേ അക്ഷയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് അക്ഷയെ പെരുമ്പിലാവിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അതിനിടയിൽ അക്ഷയ് മരിക്കുകയും ചെയ്തു. വിജയകുമാർ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ സംഘർഷം അത് ഈ മേഖലയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഗുണ്ടാ സംഘങ്ങളായതുകൊണ്ട് തന്നെ, ലഹരി മാഫിയ സംഘമായതുകൊണ്ട് തന്നെ ഇവർ വടിവാളടക്കം ഏന്തിക്കൊണ്ട് ഈ ആശുപത്രിയുടെ മുന്നിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതായത് ഈ അക്ഷയ് മരിച്ചതായി അക്ഷയെ അനുകൂലിക്കുന്ന അക്ഷയുടെ സുഹൃത്തുക്കൾക്ക് അറിയില്ല. അവർ ഈ ബാദുഷയെ അടക്കമുള്ളവരെ തിരിച്ച് ആക്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ ആശുപത്രി മുറ്റത്തടക്കം വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാത്രിയാണ് എന്തായാലും ഈ ലഹരി മാഫിയ സംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതും അതിനിടയിൽ ഈ അക്ഷയ് എന്ന യുവാവ് കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായത്. എന്തായാലും ഇതിൽ പ്രതികളായിട്ടുള്ളത് ലിഷോയ്, ബാദുഷ എന്നിവരാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അതിൽ ബാദുഷയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ബാദുഷ നിലവിൽ ഈ ബാദുഷയെ പെരുമ്പിലാവിലെ ഒരു ആശുപത്രിയിൽ തന്നെ, സ്വകാര്യ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മരിച്ച അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. അതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് വരുന്നത്. നിലവിൽ ഈ ബാദുഷ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ അക്ഷയെ അനുകൂലിക്കുന്ന വിഭാഗമാകട്ടെ ഈ ആശുപത്രിയിലെല്ലാം എത്തി വലിയ രീതിയിൽ, അത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ അക്ഷയെ അനുകൂലിക്കുന്ന ലഹരി മാഫിയ സംഘമുള്ളത്. അവർ ഈ ആശുപത്രിയിലടക്കം വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഈ അക്ഷയ് മരിച്ചുവെന്ന് ഇവർക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഈ വെട്ടേറ്റതിന്റെ ഈ മനോവിഷമത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ലഹരി മാഫിയ സംഘം ഇതുവരെ സാധ്യമായിട്ടില്ല എന്നാണോ കരുതേണ്ടത്? ഇത്രയും സമയമായിട്ട് ഇപ്പോൾ ഇന്ന് രാത്രി ഉണ്ടായതാണ് ഈ ആക്രമണം. ഒരാൾ മരിച്ചു. മരിച്ചതിന് ശേഷം ഈ മരിച്ചയാളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ലഹരി സംഘത്തിലെ അനുയായികൾ കൊലവിളി നടത്തി അവിടെ ഇങ്ങനെ ആക്രോശിച്ച് ബഹളം വെച്ച് നടക്കുമ്പോൾ അത് നിയന്ത്രണത്തിലാക്കാൻ പോലീസിന് കഴിയുന്നില്ല പെരുമ്പിലാവിൽ എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, നിലവിൽ പോലീസ് ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്നത് പെരുമ്പിലാവിലാണ്. പെരുമ്പിലാവിലെ 4 സെന്റ് കോളനി, അവിടെയാണ് ഈ സംഭവം നടന്നത്. പക്ഷേ അവിടെ ഈ പോലീസിന്റെ ഒരു വിന്യാസമുണ്ട്. ആ മേഖലയിൽ കൂടുതൽ തുടർ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് കണ്ട് പോലീസിനെ കൂടുതൽ അവിടെ വിന്യസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ഈ അക്ഷയുടെ മൃതദേഹം എത്തിച്ച കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ സംഘം ഒരു ഭീകരാന്തരീക്ഷം അടക്കം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് അവിടെ ഇപ്പോൾ കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവർ വടിവാളടക്കം ഏന്തിക്കൊണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരോടടക്കം വലിയ രീതിയിൽ ആക്രോശിച്ചു എന്നുള്ളതാണ് അവിടെയുള്ള നമ്മുടെ പ്രാദേശിക റിപ്പോർട്ടർ അടക്കം പറയുന്നത്. അങ്ങനെ വലിയൊരു ഭീകരാന്തരീക്ഷം ഈ ആശുപത്രിക്ക് മുന്നിൽ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഈ അക്ഷയ് മരിച്ചു എന്ന വിവരം ഇപ്പോഴും ഇവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മരിച്ചു എന്ന വാർത്ത കൂടി എത്തുകയാണെങ്കിൽ ഈ സംഘം ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസിനും വലിയ ആശങ്കകളുണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അടക്കം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോലീസ് നടപടിയിലേക്ക് പോലീസും സമാന്തരമായി തന്നെ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ഈ ലഹരി മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വലിയ വലിയ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘം ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അതായത് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം ഈ മരിച്ച അക്ഷയ്ക്കും അതോടൊപ്പം തന്നെ അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ ബാദുഷയ്ക്കും ലിഷോയ്ക്കും എല്ലാം ഉണ്ട് എന്നുള്ളത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. നിരവധി കേസുകളിൽ ഈ 3 പേരും പ്രതികളായിരുന്നു. ഇവരോടൊപ്പം മറ്റ് ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. കൃത്യമായി ചേരി തിരിഞ്ഞുകൊണ്ട് ലഹരി മാഫിയ സംഘം ഏറ്റുമുട്ടുന്നു. അതിനിടയിലാണ് ഈ അക്ഷയ് കൊല്ലപ്പെടുന്നത്. ബാദുഷ എന്ന് പറയുന്ന ഈ എതിർ സംഘത്തിലുണ്ടായിരുന്ന ആൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബാദുഷയെ നിലവിൽ ഈ പെരുമ്പിലാവിലെ ആശുപത്രിയിലാണ്, സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 2 സംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവം അത് വലിയ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കൂടി പെരുമ്പിലാവും കുന്നംകുളവും കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. വിജയകുമാർ, യെസ്, ഈ വിവരങ്ങൾ വരുന്നത് തൃശൂർ പെരുമ്പിലാവിൽ നിന്നാണ്. ലഹരി മാഫിയ സംഘങ്ങൾ അവിടെ ഏറ്റുമുട്ടി.
ഈ ലഹരി സംഘത്തിൽ തന്നെ പെട്ട ഒരാൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരിച്ചത് മരത്തങ്കോട് സ്വദേശി അക്ഷയാണ്. അയാളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റിട്ടുണ്ട് മറ്റു 2 പേർക്കും. ഈ മരിച്ച ആളുടെ അനുയായികൾ അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കൾ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വടിവാളുമായി ആ മേഖലയിൽ ആകെ ബഹളം വെച്ച് നടക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്ന. പ്രാദേശിക മാധ്യമ പ്രവർത്തകരും ആ വിവരം അവിടെ ഒന്ന് നൽകുന്നുണ്ട്. സൂരജിന് എന്തായാലും അവിടെ കുറച്ച് സങ്കീർണമാണ് സാഹചര്യം എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അവിടേക്ക് കൂടുതൽ പോലീസ് എത്തുന്നുണ്ട്. ഈ ലഹരി സംഘങ്ങൾ ചേരിതിരിഞ്ഞ് അവിടെ ഏറ്റുമുട്ടുകയായിരുന്നു. അതിനിടെയാണ് ഒരാൾക്ക് ഗുരുതരമായി വെട്ടേൽക്കുകയും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്ക് അയാൾ മരിക്കുകയും ചെയ്തു. അക്ഷയ് എന്നയാളാണ് മരിച്ചത്. അയാളുടെ ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ, അയാളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ചേരിതിരിഞ്ഞ് ആക്രമിച്ചത്. അതിൽ പരിക്കേറ്റ ബാദുഷ എന്നൊരാളുണ്ട്. അയാൾ അവിടെ വേറൊരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരാൾ കൂടിയുണ്ട്. അപ്പോൾ ഇവരെ മുഴുവൻ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. സൂരജ്, ഇപ്പോൾ ഈ ബാദുഷ എന്ന ഈ വെട്ടേറ്റയാൾ ആശുപത്രിയിലാണെങ്കിൽ അയാളെ ഉറപ്പായും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുമല്ലോ. മറ്റൊരാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? 3 അംഗ സംഘമാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് പോരടിച്ചത്. വിജയകുമാർ, ഈ 3 അംഗ സംഘം എന്ന് നിലവിൽ പറയാൻ കഴിയില്ല. അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് പോലീസ് പ്രാഥമികമായി തന്നെ പറയുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, അതായത് കൂടുതൽ പേർ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഈ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് വിജയകുമാർ. അതായത് ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഇത്തരത്തിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവരുടെ പേരുകളിലെല്ലാം തന്നെ നിരവധി കേസുകൾ ഈ പ്രതികളുടെ പേരിലുണ്ടായിരുന്നു. ഈ കേസുകളെല്ലാം നിലനിൽക്കെയാണ് ഇന്ന് രാത്രിയോടുകൂടി കുന്നംകുളത്ത് ഈ സംഘം ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ അക്ഷയെ അതുപോലെ തന്നെ എതിർവിഭാഗത്തിൽപ്പെട്ട ബാദുഷയും ലിഷോയും എല്ലാം ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു. ആ സമയത്ത് ഇവരുടെ സംഘാംഗങ്ങളായിട്ടുള്ള പലരും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു. ഈ അക്ഷയ്ക്ക് ക്രൂരമായ രീതിയിൽ, അതായത് അതിക്രൂരമായ രീതിയിൽ വെട്ടേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അക്ഷയെ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിക്കുന്നത്. പക്ഷേ അതിനോടകം തന്നെ അക്ഷയ് മരിച്ചിരുന്നു. പക്ഷേ ഈ കാഷ്വാലിറ്റിയിൽ എത്തിച്ച അക്ഷയുടെ മൃതദേഹം പിന്നീട് ഇവർ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ അക്ഷയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. മാധ്യമ പ്രവർത്തകനായ അജ്മൽ ടെലിഫോൺ ലൈനിലുണ്ട്. അജ്മൽ, അവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണോ? ഈ സംഘങ്ങൾ പരസ്പരം വെട്ടി ഒരാൾ മരിച്ചു, മറ്റൊരാൾക്ക് വെട്ടേറ്റു. ഈ മരിച്ചയാളുടെ അനുയായികൾ എന്ന് പറയുന്ന ആ ക്രിമിനൽ അക്രമി സംഘം അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് സൂരജ് നേരത്തെ പറഞ്ഞത്. അത് സ്ഥിതിഗതികൾ പോലീസിന്റെ നിയന്ത്രണത്തിലെത്തിയിട്ടുണ്ടോ? പെരുമ്പിലാവിലും ആ പരിസര പ്രദേശങ്ങളിലും ഈ ആശുപത്രിയിലുമൊക്കെ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. 2 സ്ഥലങ്ങളിലും കൊലപാതകം നടന്ന ഈ സംഭവ സ്ഥലത്തും അതുപോലെ തന്നെ ആശുപത്രിയിലും പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സംഭവം നടന്ന ഉടനെ തന്നെ ഈ മരിച്ച അക്ഷയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ശാന്തമായി തുടരുകയാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളില്ല. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം തന്നെ സംഭവ സ്ഥലത്ത് തുടരുന്നുണ്ട്. ശരി അജ്മൽ, എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ആ സമയത്ത് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഒരു ശ്രമം ഈ കൊല്ലപ്പെട്ട അക്ഷയ് എന്ന ഈ ലഹരി സംഘത്തിൽ തന്നെ പെട്ടയാളാണ്. അയാളുടെ അനുയായികൾ അവിടെ ശ്രമിച്ചു. ഒരാൾക്ക് കൂടി വെട്ടേറ്റിട്ടുണ്ട്. അയാൾ ബാദുഷ എന്നാണ് അയാളുടെ പേര്. അയാൾ ആശുപത്രിയിലുണ്ട്. മറ്റൊരാൾ ലിഷോയാണ്. അപ്പോൾ അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. അജ്മൽ തുടരുന്നുണ്ടെങ്കിൽ ഈ വെട്ടേറ്റിരിക്കുന്ന ഒരാൾ ബാദുഷ, അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അയാൾക്ക് വലിയ പരിക്കാണോ? മറ്റൊരാൾ ലിഷോയാണല്ലോ, അയാളും അവിടെ ഉണ്ടോ? ആശുപത്രിയിലാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ സംഘത്തിലെ മറ്റുള്ളവരെ കൂടി കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? നിലവിൽ ബാദുഷ വെട്ടേറ്റ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാദുഷയ്ക്ക് കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതാണ് പോലീസ് നമ്മളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ബാദുഷയെ ആശുപത്രിയിൽ പോലീസിന്റെ കാവലിലാണ് ബാദുഷ നിലവിൽ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്നത്. ലിഷോയെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം പോലീസ് ലിഷോയെ പിടികൂടും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി അജ്മൽ, എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഈ വെട്ടേറ്റ
ഒരാൾ അയാൾക്ക് കാര്യമായ പരിക്കില്ല. അയാളെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിയും ആശുപത്രിയിൽ തന്നെ. ലിഷോയി എന്ന മറ്റൊരാൾ, അയാളെയും ഉടനെ പിടികൂടാൻ പറ്റുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മരത്തംകോട് സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. ഇവരെല്ലാം ലഹരി സംഘത്തിലെ കണ്ണികളാണ്, അംഗങ്ങളാണ്. അവർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 8:30യോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂർ പെരുമ്പിലാവിലാണ് ലഹരി മാഫിയ സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അജ്മൽ പ്രാദേശിക ലേഖകനാണ് മറ്റു വിശദാംശങ്ങൾ നൽകിയത്.